RJDയിൽ നിന്നും രാജിവെച്ചതിന് പിന്നാലെ MP ശ്രേയാംസ്കുമാറിനെതിരെ രൂക്ഷ വിമർശനവുമായി V സുരേന്ദ്രൻപിള്ള. പാർട്ടിയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ശ്രേയാംസ്കുമാർ പരാജയപ്പെട്ടു എന്നാണ് പറയുന്നത്. സംസ്ഥാനത്ത് പാർട്ടിയുടെ കൊടിയോ ചിഹ്നമോ പേരോ ഇല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ വിജയിച്ച RJDക്ക് മുന്നണിയിൽ അർഹമായ പരിഗണന കിട്ടിയിട്ടില്ല. രാഷ്ട്രീയ അവനവനിസത്തിനില്ല എന്നും കൺവെൻഷൻ വിളിച്ച് ഭാവി പരിപാടികൾ തീരുമാനിക്കുമെന്നും സുരേന്ദ്രൻപിള്ള റിപ്പോർട്ടറിനോട് പറഞ്ഞു. എന്നാലും ഒരു രാഷ്ട്രീയ വനവാസം എന്നെ സംബന്ധിച്ചില്ല. പൊതുരംഗത്ത് നിൽക്കും. അത് ഏത് സാഹചര്യത്തിൽ എങ്ങനെ നിൽക്കണം എന്നുള്ളത് രാജിവെച്ച് കഴിഞ്ഞിട്ട് ഇനി ആലോചിക്കും. INL പോലെ അല്ലെങ്കിൽ മറ്റു ചില പാർട്ടികളെ പോലെ ഞങ്ങളെ പരിഗണിച്ചത് അങ്ങേയറ്റം തെറ്റാണ്. അത് വീണ്ടും LDFുമായിട്ട് സംസാരിക്കാൻ വേണ്ടി കൺവീനറുമായിട്ട് കത്ത് കൊടുത്തു, അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. ബട്ട് ഒരു പ്രോഗ്രസ് ഉണ്ടായില്ല. പക്ഷേ സംസ്ഥാന അധ്യക്ഷൻ കുറച്ചുകൂടി ഈ കാര്യങ്ങൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്ത് ഈ പാർട്ടി ഇങ്ങനെ നിന്നാൽ പോരാ, ഈ പാർട്ടിക്ക് കുറച്ചുകൂടി അംഗീകാരം ജനമധ്യത്തിലുണ്ടാകണം. ഇപ്പോൾ കോഴിക്കോട് മുതൽ പാറശാല വരെ നമ്മുടെ ചിഹ്നമില്ല. അപ്പം അത് തീർച്ചയായിട്ടും നമ്മുടെ പാർട്ടി പ്രസിഡന്റ് ചിന്തിക്കേണ്ട കാര്യമായിരുന്നു. അരുൺ സോളമൻ വിവരങ്ങളുമായി. അരുൺ സോളമൻ പാർട്ടി വിട്ടു. അതിനുശേഷം MP ശ്രേയാംസ്കുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഇപ്പോൾ സുരേന്ദ്രൻപിള്ള ഉന്നയിക്കുന്നത്. എന്താണ് അദ്ദേഹം പറയുന്നത്? സ്മൃതി, 2 ആഴ്ചക്കാലം ഈ പാർട്ടിയിൽ തന്നെ ഇടതുമുന്നണിയുമായി ചേർന്ന് നിന്നുകൊണ്ട് സീറ്റ് വിഭജന ചർച്ചയിൽ അതിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം 6 സീറ്റുകളായിരുന്നു ഇത്തവണ ആവശ്യപ്പെട്ടത്. അത് നൽകാൻ കഴിയില്ല എന്ന് CPM നിർദ്ദേശിക്കുകയും ചെയ്തു. അതിൽ കൃത്യമായിട്ട് വടകര, കൽപ്പറ്റ അടക്കം കൂത്തുപറമ്പ് അടക്കം 3 സീറ്റുകളാണ് RJDക്ക് നൽകിയത്. ആ നിർദ്ദേശം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ശ്രേയാംസ്കുമാർ അംഗീകരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുകയും അതിന് പിന്നാലെയാണ് ഇപ്പോൾ V സുരേന്ദ്രൻപിള്ള വിഭാഗം രാജിവെച്ചുകൊണ്ട് ഇന്നലെ രംഗത്തെത്തുകയും മാധ്യമങ്ങളെ കണ്ടത്. ഇതിൽ പ്രധാനമായും രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ്. കാരണം ഈ പാർട്ടിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിട്ട് പാർട്ടിയുടെ അധ്യക്ഷന് ഒരു ഘട്ടത്തിലും കഴിഞ്ഞിട്ടില്ല. പാറശാല മുതൽ വടക്കേറ്റം വരെ പാർട്ടിയുടെ കൊടിയോ പേരോ ചിഹ്നമോ ഇല്ല. പാർട്ടി അധപതിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ പാർട്ടിയെ ഉയർത്തിക്കൊണ്ട് വരേണ്ടുന്ന ഒരു ആലോചനയോ ചിന്തയോ പാർട്ടിയുടെ അധ്യക്ഷന്റെ ഭാഗത്തു നിന്ന് ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. അതാണ് ഇങ്ങനെ സീറ്റുകൾ ആവശ്യപ്പെട്ട ഘട്ടത്തിൽ പോലും ആവശ്യപ്പെട്ട് മുന്നോട്ട് പോകാൻ പാർട്ടി അധ്യക്ഷന് കഴിയാതെ പോയതെന്നുള്ളതാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെത്തിയിട്ട് പോലും INL നൽകിയ പരിഗണനയാണ് CPM നൽകിയത്. അത് അങ്ങേയറ്റം തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് നോട്ടമിട്ടുകൊണ്ടാണ് V സുരേന്ദ്രൻപിള്ള ഇപ്പോൾ RJDയിൽ നിന്നും രാജിവെച്ച് ഒരു വിഭാഗവുമായി മുന്നോട്ട് വന്നത്. പക്ഷേ ആ സീറ്റിന് പിന്നാലെ തന്നെ ഇന്നലെ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തി. പക്ഷേ ഇതുവരെയും ഏത് മുന്നണിയിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ഇന്നും നാളെയുമായിട്ട് ഈ വിട്ടുപോയിട്ടുള്ള ആൾക്കാരെ ചേർത്തുകൊണ്ട് തന്നെ ഒരു കൺവെൻഷൻ വിളിച്ചു ചേർത്തിരിക്കുകയാണ്. ആ കൺവെൻഷൻ ശേഷമായിരിക്കും ഭാവി പരിപാടികൾ തീരുമാനിക്കുക എന്നുള്ളതാണ് V സുരേന്ദ്രൻപിള്ള ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും ശ്രേയാംസ്കുമാറിന്റെ നേതൃത്വം അത് അങ്ങേയറ്റം ഒരു ഘട്ടത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചില്ല. പാർട്ടിയുടെ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നു എന്ന് തന്നെയാണ് പരോക്ഷമായി അദ്ദേഹം വിമർശിച്ചു വച്ചിരിക്കുന്നത്. സ്മൃതി.